ഹലോ ഹായ് അസ്സലാമു അലൈക്കും. സിയാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല മലപ്പുറം രീതിയിൽ ബീഫ് വരട്ടിയത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനായി നമ്മൾ ബീഫ് കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് വേവിച്ച് വെച്ചാണ്. അതിനുശേഷം വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. വലിയ ഉള്ളിക്ക് പകരം ചെറിയ കൊച്ചുള്ളി ഉണ്ടല്ലോ, അത് ധാരാളമായിട്ട് എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റിയാവും കേട്ടോ. അപ്പോൾ ഇത് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇതട്ടാ, ഇതാണ് ഇത്രയും എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അതിനുശേഷം ഇത് നമ്മൾ മിക്സിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് നല്ല രൂപത്തിൽ അരഞ്ഞ രൂപത്തിലാവരുത്, ഒന്ന് ചതച്ചെടുക്കട്ടോ. ഒരു രണ്ട് കറക്കം അങ്ങോട്ട് കറക്കിങ്ങാണ്ട് സ്റ്റോപ്പ് ചെയ്യാം. എൻ്റെ വീഡിയോ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ വന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അതേപോലെ ആയി കിട്ടും മിക്സിയിൽ അരച്ചത്. അതിനുശേഷം നമ്മളൊരു പാന് വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ആദ്യം ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒരുവിധം ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഉള്ളി, തക്കാളി, അതിൻ്റെ പേസ്റ്റ് നന്നായിട്ടൊന്ന് ഇതായി വരണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ നിങ്ങളെ ഫോണിലേക്ക് വരണമെന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ ഉണ്ടാവും ഒരു കറുപ്പടയാളത്തിൽ സബ്സ്ക്രൈബ് ബട്ടൺ, അതൊന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ ഒരു ബെൽ ബട്ടൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതേപോലെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രൂപത്തിൽ ഇതായിട്ടുണ്ട്. നേരൊരു റെഡ് കളറൊക്കെ വന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മസാലകളൊക്കെ ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടാണ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത്. അത് കാരണം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ കുറച്ച് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2-3 ഏലക്കായും 2-3 പട്ട കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടോ നോക്കിയിട്ട് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് വഴണ്ട് വന്നിട്ട്